PL-15E ഇപ്പോൾ ചൈനയുടെ നാണക്കേടാവുകയാണ്. ഇന്ത്യയെ നേരിടാൻ ഇത് ചൈന പാകിസ്ഥാന് കൊടുത്ത ആയുധങ്ങളിലൊന്നാണ്. എന്നാൽ ഇപ്പോൾ ഈ ആയുധം ചൈനയുടെ നെഞ്ചത്ത് തിരിച്ചടിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലെ പരാജയമായ ഈ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ പാടത്തും പറമ്പിലും കണ്ടെത്തി എന്നത് ചൈനയ്ക്ക് വലിയ നാണക്കേടാണ് സമ്മാനിച്ചിരിക്കുന്നത്. ലാഹോറിൽ നിന്ന് പഞ്ചാബിലേക്ക് തൊടുത്തുവിട്ട PL-15E മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടെയാണ് ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച ചൈനീസ് മിസൈലുകളെ കുറിച്ചുള്ള സത്യം വെളിപ്പെട്ടത്. ഈ മിസൈലുകൾ തങ്ങളുടെ ഏറ്റവും അപകടകരമായ എയർ ടു എയർ മിസൈലുകളാണ് എന്ന് ചൈന അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ അവ വിക്ഷേപിച്ചിരുന്നു എങ്കിലും അവ പൊട്ടിത്തെറിച്ചില്ല. ഈ അവശിഷ്ടങ്ങളുടെ കണ്ടെത്തൽ പ്രതിരോധ വിപണിയെ ബാധിക്കുമെന്നും തങ്ങളുടെ മിസൈലുകൾ വാങ്ങുന്നവർ പോലും പിൻവാങ്ങുമെന്നും ചൈനയ്ക്ക് ഭയമുണ്ട്. ഇതേ തുടർന്ന് PL-15E മിസൈലുകളെ കുറിച്ച് നിശബ്ദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ചൈന. PL-15E മിസൈലുകളുടെ നിർമ്മാണ മേഖലയെക്കുറിച്ച് ചൈന സാങ്കേതിക അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. വയലിൽ നിന്ന് കണ്ടെടുത്ത ഇവയുടെ അവശിഷ്ടങ്ങൾ വലിയ ഒരു അളവിലാണ് കണ്ടെടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ വ്യോമസേന തൊടുത്തുവിട്ട നൂതന ആയുധങ്ങളാണിവ എന്നാണ് പാക് ഇന്റലിജൻസ് വിലയിരുത്തലുകൾ. എന്നാൽ ഈ നൂതന ആയുധങ്ങൾ കണ്ടെത്തിയത് വയലിൽ നിന്നാണ്. പ്രോക്സിമിറ്റി ഫ്യൂസിലെയും സെൽഫ് ഡിസ്ട്രക്ട് മെക്കാനിസത്തിലെയും തകരാറുകൾ കാരണമാണ് ഈ മിസൈലുകൾ ലക്ഷ്യത്തിലെത്താൻ പരാജയപ്പെട്ടത് എന്നും സൈനിക വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒരു മിസൈലിന്റെ സീരിയൽ നമ്പർ പ്രകാരം അത് 2015 നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തി. പഴയ ഒരു ഉൽപാദന ബാച്ചിൽ നിന്നുള്ള വാർഹെഡുകൾ അതിൽ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ റാഫേൽ, സുഖോയ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യോമസേന ജെറ്റുകളെ PL-15E മിസൈലുകൾ ഉപയോഗിച്ച് വീഴ്ത്തി എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ ഈ അവകാശവാദം പൂർണ്ണമായും തെറ്റാണെന്ന് തള്ളിക്കളഞ്ഞു. അടുത്തിടെയുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഈ കേടുകൂടാത്ത മിസൈലുകൾ വീണ്ടെടുക്കുന്നത് PL-15 പരമ്പരയുടെ നിർമ്മാതാക്കളായ ലുവോയാങ്ങിലെ ചൈന എയർബോൺ മിസൈൽ അക്കാദമിയിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. സംഘർഷത്തിന് തൊട്ടു പിന്നാലെ CMAയിൽ നിന്നുള്ള സാങ്കേതിക സംഘങ്ങളെ പാകിസ്ഥാനിലേക്ക് അയച്ചിരുന്നു. 2021 ഒപ്പുവെച്ച ഒരു പ്രധാന പ്രതിരോധ കരാറിന്റെ ഭാഗമായിരുന്ന ഏകദേശം 240 PL-15E മിസൈലുകളുടെ ശേഷിക്കുന്ന ശേഖരം ഓഡിറ്റ് ചെയ്യാൻ എന്ന് സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നു. ഒന്നിലധികം മിസൈലുകൾ, പ്രത്യേകിച്ച് കയറ്റുമതി വകഭേദമായ PL-15E അവയുടെ ടെർമിനൽ ഫേസ് സ്ഫോടക വസ്തുക്കൾ പ്രവർത്തിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് അന്വേഷണം കേന്ദ്രീകരിക്കുന്നു. ലക്ഷ്യങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനോ കാണാതായപ്പോൾ സ്വയം നശിപ്പിക്കുന്നതിനോ പകരം നിരവധി യൂണിറ്റുകൾ അവയുടെ ഇന്ധനം തീർന്നുപോയി ഭൂമിയിലേക്ക് തെന്നിമാറി. പാകിസ്ഥാന് വിതരണം ചെയ്ത ചില ഇൻവെന്ററികൾ പഴയ ഉൽപാദന ബാച്ചുകളിൽ നിന്ന് എടുത്തതോ പഴകിയ ഉപഘടകങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചതോ ആയിരിക്കാം എന്നും ഇത് യുദ്ധസമ്മർദ്ദത്തിൽ അവയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും വിശകലന വിദഗ്ധർ പറയുന്നു. ചൈനയുടെ പ്രീമിയർ ദീർഘദൂര എയർ ടു എയർ മിസൈലായ PL-15 കയറ്റുമതി പതിപ്പാണ് PL-15E. ആഭ്യന്തര ചൈനീസ് വേരിയന്റ് 200 കിലോമീറ്ററും 300 കിലോമീറ്ററിനും ഇടയിൽ ദൂരം കൈവരിക്കാൻ ഒരു ഡ്യുവൽ പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടോർ ഉപയോഗിക്കുമ്പോൾ കയറ്റുമതി പതിപ്പിന് ഏകദേശം 145 കിലോമീറ്റർ കുറഞ്ഞ പ്രവർത്തന പരിധിയുണ്ട് എന്ന് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നു. മിസൈലിന്റെ ഗൈഡൻസിലും ഫ്യൂസിംഗ് സിസ്റ്റങ്ങളിലുമാണ് തകരാർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കണ്ടെടുത്ത അവശിഷ്ടങ്ങളിൽ ചൈന ഇലക്ട്രോണിക്സ് ടെക്നോളജി ഗ്രൂപ്പ് കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത അഡ്വാൻസ്ഡ് സീക്കർ ഉൾപ്പെടുന്നു. പറക്കലിന്റെ മധ്യത്തിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളിലേക്കുള്ള അവരുടെ ലോക്ക് ഈ സീക്കറുകൾക്ക് നഷ്ടപ്പെട്ടിരിക്കാം എന്നാണ് പ്രാഥമിക വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മെക്കാനിക്കൽ മോട്ടോർ തകരാറിലല്ല, മറിച്ച് തെളിവുകൾ ഇലക്ട്രോണിക്സ് തടസ്സത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. മിസൈലുകൾക്ക് അവയുടെ ലക്ഷ്യങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ അവയുടെ ഫെയിൽ സേഫുകൾ പ്രവർത്തിച്ചില്ല. ഇത് ഹോഷിയാർപൂരിനടുത്തുള്ള വയലുകളിൽ വലിയ തോതിൽ കേടുകൂടാതെ ഇറങ്ങാൻ സഹായിച്ചു. റാഫേൽ, Su-30 MKI ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ജെറ്റുകളെ PL-15E സാൽവോകൾ വീഴ്ത്തി എന്ന പാകിസ്ഥാന്റെ അവകാശവാദത്തെ ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ ശക്തമായി നിഷേധിച്ചിരുന്നു. പകരം ഇന്ത്യൻ കപ്പലിന്റെ നിലനിൽപ്പിന് കാരണം മികച്ച ഇലക്ട്രോണിക്സ് വാർഫെയർ കഴിവുകളാണ് എന്നും സ്രോതസ്സുകൾ പറയുന്നു. IAFന്റെ റാഫേൽ യുദ്ധവിമാനങ്ങളിൽ സ്പെക്ട്ര സ്യൂട്ട് വിമാനങ്ങൾക്കുള്ള ഭീഷണികളെ നേരിടുന്നതിനുള്ള സ്വയം സംരക്ഷണ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് വളരെ നൂതനവും പൂർണ്ണമായും സംയോജിതവുമായ EW സംവിധാനമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.